Hi friends, Study Smart Englishന്റെ 40 days crash കോഴ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യുന്നത് സിംഗുലർ പ്ലൂറൽ വെർബ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ സിംഗുലർ പ്ലൂറൽ നൗൺസ് നമുക്ക് ഫോം ചെയ്യാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷെ വെർബ്സിൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ എന്തായാലും ഉണ്ടായിരിക്കും. ആ കൺഫ്യൂഷൻ ദൂരീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യുന്നത്. എല്ലാവരും ക്ലാസ് അവസാനം വരെ കാണുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പൊ നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലോട്ട് പോകാം. സിംഗുലർ പ്ലൂറൽ വെർബ്സ്. സിംഗുലർ പ്ലൂറൽ വെർബ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നൗൺ ഫോം ചെയ്യുമ്പോൾ നമ്മൾ മോസ്റ്റ്ലി ചെയ്യാറ് എന്താണ്? എസ് ആഡ് ചെയ്ത് കൊടുക്കും, പ്ലൂറലിൽ എസ് ആഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ ഇ എസ് ആഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ IES ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഈ വെർബിന്റെ കാര്യം വരുമ്പോൾ അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. വെർബിന്റെ കാര്യം വരുമ്പോൾ അത് ടോട്ടലി ഡിഫറെന്റ് ആണ്. എന്ത് സംഭവിക്കുന്നു? വെർബിന്റെ കേസിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിക്കുക. അതായത് നൗണിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ വെർബിൽ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഡസ് എന്ന് പറയുന്നത് ഡു ഡസ് നമ്മളിപ്പോ പ്രൈമറി ഓക്സിലറിയിൽ പഠിച്ചിരുന്നു. അപ്പൊ ഈ ഡസ് എന്ന് പറയുന്നത് ES ഇവിടെ കാണുന്നുണ്ട് അല്ലേ? ES കാണുന്നുണ്ടല്ലോ. ഈ ES ഉണ്ടെങ്കിലും ഈ ES കാണുമ്പോൾ നമുക്ക് ഇതിന്റെ പ്ലൂറൽ എന്ന് മനസ്സിലാക്കാൻ ഒരു ടെൻഡൻസി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് വെർബ് ആയത് കാരണം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുക. ഡസ് എന്താണ്? സിംഗുലർ ആണ്. ഓക്കെ, അപ്പോൾ ഡു എന്തായിരിക്കും? പ്ലൂറൽ വെർബാണ്. ഓക്കെ, പ്ലൂറൽ വെർബാണ്. ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇംഗ്ലീഷ് ഗ്രാമറിന്റെ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു ഫോം പ്ലൂറൽ വെർബ്സ് ആണ്. ഓക്കെ, ഹൗ ടു ഫോം പ്ലൂറൽ വെർബ്സ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ പ്ലൂറൽ വെർബ്സ് നമുക്കിവിടെ നോക്കാം. സിംഗ്, ഫസ്റ്റ് വേർഡ് സിംഗ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സിംഗ് പ്ലസ് ഡു ആണ് എന്ത്? സിംഗ് എന്ന വെർബ്. ഓക്കെ, സിംഗ് ഒരു പ്ലൂറൽ വെർബ് ആണ്. ശരിക്കും അതിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്താകുന്നു? സിംഗ് പ്ലസ് ഡു ആകുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ റൈഡ് പ്ലസ് ഡു ആണ് റൈഡ്. റൈഡ് എന്ന വെർബ് അതെന്താണ്? ഒരു പ്ലൂറൽ വെർബ് ആണ്. ഓക്കെ, ക്യാച്ച് പ്ലസ് ഡു എന്താണ്? ക്യാച്ച് ആണ്, അതൊരു പ്ലൂറൽ വെർബായി മാറുന്നു. ഓക്കെ, ടീച്ച് പ്ലസ് ഡു എന്താണ്? ടീച്ച് ആണ്, അതും പ്ലൂറൽ വെർബ് ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു വെർബിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ ഡൂവിന്റെ ഒരു ഫോം അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ക്വസ്റ്റ്യൻ ടാഗിലൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഹൗ ടു ഫോം സിംഗുലർ വെർബ്സ് ആണ്. ഓക്കെ, ഇതാണ് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ഏരിയ. എല്ലാവർക്കും മനസ്സിലാക്കി എടുക്കാൻ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, പക്ഷേ എല്ലാവരും തെറ്റ് വരുത്തുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ കണ്ടു സിംഗ് പ്ലസ് ഡു സിംഗ് ആണ്. അപ്പൊ സിംഗ് എന്ന് പറയുന്നത് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താകുന്നു? സിംഗ് പ്ലസ് ഡു ആകുന്നു. ഡു എന്ന ഓക്സിലറി വെർബ് അവിടെ വരുന്നു. അപ്പൊ ഇവിടെ നോക്കുക, സിംഗ്സ് എന്ന് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിംഗ് പ്ലസ് ഡസ് ആണ് വരുന്നത്. ഓക്കെ, സിംഗ് പ്ലസ് ഡസ് ആണ് വരുന്നത്. അതെന്താണ്? സിംഗുലർ വെർബ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ടാഗിലൊക്കെ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണിത്. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് പ്ലസ് ഡസ് എന്താകുന്നു? റൈറ്റ്സ് ആകുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു എസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നൗണിൽ വരുമ്പോൾ എസ് ആഡ് ചെയ്യുമ്പോൾ അത് പ്ലൂറൽ ആയിരുന്നു. പക്ഷേ വെർബിൽ വരുമ്പോൾ എസ് അല്ലെങ്കിൽ ES ആഡ് ചെയ്യുമ്പോൾ അത് എന്താകുന്നു? സിംഗുലർ ആകുന്നു. ഇത്രയും മനസ്സിലാക്കി വെച്ചേക്കുക. അതുപോലെ തന്നെ ക്യാച്ച്, ക്യാച്ച് പ്ലസ് ഡസ് ക്യാച്ചസ് ആകുന്നു. ടീച്ച് പ്ലസ് ഡസ് ടീച്ചേഴ്സ് ആകുന്നു. ഇതൊക്കെ എന്താണ്? സിംഗുലർ വെർബ് ആണ്. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊന്ന് കുറച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ്സ് ഒരു വെർബാണ്. റൈറ്റ്സ് എന്താണ്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? യെസ് കാണുമ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? വെർബാണ്. യെസ് വരുമ്പോൾ അത് സിംഗുലർ ആണ്. ഓക്കെ, ഇനി ബേക്ക് ഒന്ന് നോക്കൂ. എസ് ഇല്ല, അപ്പൊ എന്താണ്? എസ് ഇല്ലെങ്കിൽ എന്തായിരിക്കും? അതൊരു പ്ലൂറൽ വെർബ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഗോസ് വരുമ്പോഴോ ES ഉണ്ട്, അപ്പോൾ എന്താണ്? ഗോസ് എന്താണ്? സിംഗുലർ ആണ്. ഫ്ലൈസും സിംഗുലർ ആണ്. നോ എന്താണ്? പ്ലൂറൽ ആണ്. പേസ് എന്താണ്? പ്ലൂറൽ സോറി പേസ് എന്താണ്? സിംഗുലർ ആണ്. എസ് വന്നിരിക്കുന്നു, അപ്പോൾ സിംഗുലർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് കൂടി നോക്കിക്കളയാം. റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റൈറ്റ് പ്ലസ് ഡസ് ആണ്. ഓക്കെ, റൈറ്റ് പ്ലസ് ഡസ്. ബേക്ക് എന്ന് പറയുമ്പോൾ
bake plus do ആണ്. Okay, goes എന്ന് പറയുമ്പോൾ go plus does ആണ്. Okay, flies എന്ന് പറയുമ്പോൾ fly plus does ആണ്. No എന്ന് പറയുമ്പോൾ no plus do ആണ്. Okay, അപ്പോൾ pays എന്ന് പറയുമ്പോൾ pay plus does ആണ് വരിക. നമുക്കിപ്പോൾ ഇത് ക്ലിയർ ആയിരിക്കുന്നു. എങ്ങനെ സിംഗുലർ വെർബ് ഫോം ചെയ്യാം, എങ്ങനെ പ്ലൂറൽ വെർബ് ഫോം ചെയ്യാം, അതിന്റെ സ്പ്ലിറ്റ് ചെയ്ത് എങ്ങനെ നമുക്ക് എടുക്കാം എന്നൊക്കെ നമുക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡു ഡസ് അതായത് സിംഗുലർ പ്ലൂറൽ വെർബ്സ് എങ്ങനെ ഫോം ചെയ്യാമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.